ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ ഇളക്കിയത് അനുചിതമെന്ന ഹൈക്കോടതി. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണം. സ്വർണ്ണപ്പാളികളുടെ തകരാർ പരിഹരിക്കാനാണ് ഇളക്കിയെടുത്തത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ബിനിൽ ചേരുകയാണ്. ബിനിൽ, ഇത് സ്വർണ്ണപ്പാളികളല്ല, സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് എന്നൊരു വിശദീകരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? സ്വർണം പണിയാണ്, സ്വർണ്ണ പാളികളുടെ അറ്റകുറ്റപ്പണിയാണെങ്കിൽ അത് സന്നിധാനത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു ബെഞ്ചിന്റെ നിർദ്ദേശം. മാധു, ശബരിമലയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തികളുടെയും കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു മുൻകൂർ അനുമതി വാങ്ങണം എന്നത് നേരത്തെ ദേവസ്വം ബെഞ്ചിൻ്റെതായ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ കോടതിയെ അറിയിച്ചത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നടപടി അനുചിതമായി പോയി എന്നതാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് അനുമതി വാങ്ങുന്നതിനുള്ള മതിയായ സമയമുണ്ടായിരുന്നു. പക്ഷേ കോടതിയെ അറിയിക്കാതെ ഇത് ചെയ്തത് ശരിയായില്ല എന്നതാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ദേവസ്വം ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങൾ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. മധു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സ്വർണം പൂശിയ പാളികൾ തന്നെയാണ്. അതിൻ്റെ തകരാറുകൾ ഉണ്ടായി. ആ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അത് കൊണ്ടുപോയത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്തായാലും നടപടി അനുചിതമായി പോയി എന്ന് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്.